അതെ, ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടരില്ലേ, ഇവരാണ് കാരണം. 1. മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2. എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3. സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4. ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരി സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബ് ഇട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല.